സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവം എന്നെ ഉപയോഗിക്കുമോ? ദൈവത്തിന് ഞാൻ കൊള്ളാവുന്നവനാണോ? ഞാൻ ബലഹീനനാണല്ലോ. എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, എനിക്ക് അറിവില്ലല്ലോ, എനിക്ക് വാക്സാമർഥ്യം ഇല്ലല്ലോ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ, കീബോർഡ് വായിക്കുവാൻ എനിക്കറിയില്ലല്ലോ, എനിക്ക് തബല കൊട്ടുവാൻ അറിയില്ലല്ലോ, എനിക്ക് പ്രസംഗിക്കുവാൻ അറിയില്ലല്ലോ, ബൈബിളിനെ കുറിച്ച് തന്നെ നല്ല ജ്ഞാനമില്ലല്ലോ, ഞാനൊരു സ്ത്രീയാണല്ലോ, ഞാൻ ബലഹീനയാണല്ലോ, ഞാനൊരു ബാലനാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രായമുണ്ടല്ലോ, എന്നെയും ദൈവം ഉപയോഗിക്കുമോ? നീ ഏതു സാഹചര്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും, നീ ആരാണെങ്കിലും, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ കഴിവുകൾ ആവശ്യമില്ല, നമ്മുടെ സമർപ്പണം മതി. എന്തുകൊണ്ടെന്നാൽ ദൈവം സർവശക്തനായ ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ എന്ത് ബലഹീനത ഉണ്ടെങ്കിലും അതിനെ ബലമായി മാറ്റുവാൻ കഴിയുന്നവനാണ്. നീ ഏതവസ്ഥയിലാണെങ്കിലും നിന്നെ യോഗ്യനായി യോഗ്യത ഉള്ളവളാക്കിയിട്ട് മാറ്റുവാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് ഞാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. നാം അറിയുന്നില്ല എങ്കിലും നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപേ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ടായിരുന്നു. അതായത് ജന്മനാ ഉള്ളതായ ചില വരങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ചില പ്രത്യേകതകളെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നു. എന്നാൽ അനേകർ അവ തിരിച്ചറിയുന്നില്ല. അനേകം ആളുകളും അവ തിരിച്ചറിഞ്ഞാൽ ലോകത്തിനു വേണ്ടിയും ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുമാണ് അവർ അത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷം, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരേ ഒരു ആഗ്രഹമായിരിക്കണം: എന്നെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയതായ യേശുവിൻ്റെ കരങ്ങളിൽ ഞാൻ ഉപയോഗിക്കപ്പെടണം, അവനു വേണ്ടി ജീവിക്കണം, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം, അവനു വേണ്ടി ജീവിക്കണം എന്നുള്ള ആശ നിനക്കുണ്ടായിരിക്കണം. ദൈവത്തിന് എല്ലാവരെയും ഉപയോഗിക്കാൻ കഴിയുമെന്നാൽ സമർപ്പണമില്ലാത്തതായ ഒരു വ്യക്തിയെ ഉപയോഗിക്കുവാൻ കഴിയില്ല. തന്നെത്താൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്താൽ ഞാൻ ഉപയോഗിക്കപ്പെടണമെന്ന് വിചാരിക്കുന്നത് അറിവില്ലായ്മയാണ്. ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കണം. നമുക്ക് വഴങ്ങണം. ചപ്പാത്തിയുടെ മാവെടുക്കുക. ആ മാവ് ഒരു ചപ്പാത്തിയായിട്ട് മാറണമെങ്കിൽ അത് നനയ്ക്കണം, കുഴച്ചെടുക്കണം. ചിലരാണെങ്കിൽ അത് ശക്തമായിട്ട് ഇടിച്ച് കുഴയ്ക്കും. ഇടികിട്ടുന്ന ചപ്പാത്തിയുടെ മാവ് പറയും മതിയെന്ന്. അതിനുശേഷം ചിലർ പൊറോട്ട ഉണ്ടാക്കും. അതിനെ വീണ്ടും അത് വലിച്ച് നീട്ടുവാനിടയാകും. അതിനുശേഷം അതിനെ വീശി അടിച്ച് കീറിയെടുത്ത് ചുറ്റിയെടുത്ത് ചപ്പാത്തി മാറ്റി അതിനെ പൊറോട്ടയാക്കും. അപ്പോൾ അതിൻ്റെ വില കൂടും. ചപ്പാത്തിയേക്കാൾ കൂടുതൽ വിലയാണ് പൊറോട്ടയ്ക്ക്. കാരണം എന്താണ്? പ്രോസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ദൈവം നമ്മെ ഉപയോഗിക്കുന്ന സമയത്ത് നാം അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഒരുക്കത്തോടെ ആയിരിക്കണം. അവനെ അനുസരിക്കണം. മോശയെ കത്തുന്ന മുൾപടർപ്പിനരികിൽ വെച്ച് ദൈവം വിളിച്ചു, മോശേ, മോശേ, നീ ആടുകളെ മേയ്ക്കുകയാണോ? ഇതിനേക്കാൾ വലിയൊരു പണി നിന്നെക്കൊണ്ട് എനിക്ക് ചെയ്യിക്കണം. വരിക, നീ ഫറവോന്റെ അടുക്കലേക്ക് പോകണം. ഞാൻ തിരഞ്ഞെടുത്ത ജനം, ഞാൻ അനുഗ്രഹിച്ചതായ ജനത, അതായത് ഇസ്രായേൽ ജനം ഫറവോന്റെ കീഴിൽ ഉപദ്രവം അനുഭവിക്കുന്നു.
അടിമകളായിട്ട് ജീവിക്കുന്നു. അവർ ഒരുപാട് കഷ്ടത അനുഭവിച്ച് അവർ നെടുവീർപ്പെടുന്നു. എന്നോടവർ നിലവിളിക്കുന്നു. ഞാൻ അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നീ കടന്നുപോയി ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് നീ വരേണ്ടതാണ്. മോശ വിറച്ചുപോയി. മോശയുടെ അവസ്ഥ അന്ന് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അയ്യോ, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന വിളി ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കാതെ എബ്രായനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുകയാണ്. എനിക്ക് രാജകൊട്ടാരമില്ല, എനിക്ക് അധികാരമില്ല, ഞാൻ പ്രവാസിയായി മാറിയിരിക്കുന്നു, അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് രാവിലെ ആടുകളെ മേയ്ക്കുന്നു, വൈകുന്നേരം വന്ന് കിടന്നുറങ്ങും, വീണ്ടും രാവിലെ എഴുന്നേറ്റ് പുറപ്പെടും. തൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഏകദേശം 40 വയസ്സ് വരെ അങ്ങനെ തന്നെ ഇരുന്നു. എന്നാൽ ദൈവം തക്ക സമയമായപ്പോൾ 40 വർഷം കൊണ്ട് മോശയെ ഒരുക്കുകയായിരുന്നു. അത് വൃഥവായിപ്പോയില്ല. നമ്മൾ ചില സമയത്ത് വേസ്റ്റ് ആണെന്ന് ചിന്തിക്കും. ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും വൃഥവായിത്തീരുന്നില്ല. ദൈവം ചില സമയത്ത് നമ്മുടെ മുൻപിൽ മൗനമായിരിക്കും. കഷ്ടത അനുവദിച്ചേക്കാം, നമ്മുടെ ജീവിതത്തിൽ നിന്ദകൾ വന്നേക്കാം, അപമാനങ്ങൾ നേരിട്ടേക്കാം, പരാജയങ്ങൾ നേരിട്ടേക്കാം. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരിക്കലും ഭയപ്പെടുവാൻ പാടില്ല. പരാജയത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയില്ല. 2-3 പ്രാവശ്യം വീണിട്ടല്ലാതെ നടക്കാൻ കഴിയില്ല. സൈക്കിൾ ചവിട്ടുന്ന വ്യക്തി വീഴാതെ അത് പഠിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ പരാജയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെടാം, എന്നാൽ അതൊരു അനുഭവമായിട്ട് മാറും. 40 വർഷം അവൻ ആടുകളെ മേയിച്ചപ്പോൾ അതിൽ കൂടി അവന് സഹനവും ക്ഷമയും ഒക്കെ ലഭിക്കുവാനിടയായി. ഉണർന്നിരുന്നു കൊണ്ട് ആടിനെ നോക്കേണ്ടത് ആവശ്യമാണ്. അവയെ പച്ചപ്പുള്ള പുൽത്തകിടിലേക്ക് കൊണ്ടുപോകണം. ശുദ്ധമായ വെള്ളമുള്ളിടത്തേക്ക് അതിനെ നടത്തണം. ഏതെങ്കിലും ആട് വഴിതെറ്റിയാൽ കണ്ടുപിടിക്കണം. അനുസരണക്കേട് കാണിച്ചാൽ അതിനെ ശിക്ഷിക്കണം. ആടിനോട് ക്ഷമയോടെ പെരുമാറണം. അതുകൊണ്ട് മോശ 40 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ കയ്യാൽ ഒരുക്കപ്പെടുകയായിരുന്നു. അഹം മരിച്ചുപോയി, സ്വാർത്ഥത മാറി, താഴ്മയുള്ളവനായിട്ട് തീർന്നു. മിസ്രൈമിലായിരുന്ന സമയത്ത് 2 പേർ തല്ലുന്നത് കണ്ട് അവിടെ ചെന്നിട്ട് ആ മിസ്രൈമിനെ തല്ലുവാനും അവനെ കൊല്ലുവാനും ഇടയായി. വീണ്ടും 2 ഇസ്രായേൽ മക്കൾ തമ്മിൽ കടഹിക്കുമ്പോൾ അവിടെ ചെന്ന് ഒരുവനെ അടിച്ചപ്പോൾ ചോദിച്ചു, നീ ആരാണ് എന്ന്. അത്ര കോപിഷ്ഠനായിരുന്നു. എന്നാൽ ഇപ്പോൾ സൗമ്യതയുള്ളവനായി മാറി, ഡെമ്മിയായിട്ട് മാറി. ഡെമ്മി എന്ന് പറയുമ്പോൾ എംറ്റി, ശൂന്യമായി തീർന്നു. നീ ശൂന്യമാകാതെ ദൈവത്തിന് നിറയ്ക്കാൻ കഴിയില്ല. നിന്റെ ചിന്താഗതികൾ, നിന്റെ കഴിവുകൾ, നിന്റെ അസൂയകൾ, നിന്റെ മഹത്വം ഇവയൊക്കെ ഉള്ളപ്പോൾ ദൈവത്തിന് ഒരിക്കലും തൻ്റെ സ്വരൂപമോ സാദൃശ്യമോ നിന്നിൽ നിറയ്ക്കുവാൻ കഴിയില്ല. എന്തിനെങ്കിലും നിറയ്ക്കണമെങ്കിൽ ആദ്യം അത് ശൂന്യമായി മാറണം. അതുപോലെ മോശ ഇപ്പോൾ ശൂന്യനായി മാറിയിരിക്കുകയാണ്. പണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം പറഞ്ഞാൽ പറയും, ദാ ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന്. എന്നാൽ ഇപ്പോൾ എന്തു പറയുന്നുവെന്ന് നോക്കുക. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ല, ഞാൻ വീക്കനും അതുപോലെ തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. തൻ്റെ കുറവുകളെ പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഞാൻ വിക്കനായ മനുഷ്യനാണ്, എനിക്കതുകൊണ്ട് സ്പഷ്ടമായിട്ട് സംസാരിക്കുവാനുള്ളതായ കഴിവില്ല. എന്താണ്? ഞാൻ വാക്സാമർത്ഥ്യമുള്ളവൻ അല്ല. വാക്കുകൾ കൊണ്ട് ചില ആളുകൾ മാജിക്ക് കാണിക്കാറുണ്ട്. വാക്കുകൾ കൊണ്ട് മനുഷ്യരെ വീഴ്ത്തിക്കളയും. നല്ല പ്രസംഗകനാകണമെങ്കിൽ വാക്സാമർത്ഥ്യം ഉണ്ടായിരിക്കണമെന്നാണ് ചിലർ കരുതുന്നത്. നിന്റെ വാക്സാമർത്ഥ്യം, നീ തന്ത്രമായിട്ട് സംസാരിക്കുന്നത്, യുക്തിപരമായിട്ട് സംസാരിക്കുന്നത്, യഥാർത്ഥമായ കാര്യം ഡയറക്റ്റ് പറയാതെ
അതിനെ തൊട്ടും തൊടാതെയുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള പ്രസംഗകർ ഇന്ന് അനേകം ആളുകളുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ വചനമുള്ളത് ഉള്ളതുപോലെ പറയുന്നതിന് പകരമായിട്ട്, ദൈവിക സത്യങ്ങളെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നതിന് പകരമായി, സ്വന്തം ശക്തി കൊണ്ട്, അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നാം പലപ്പോഴും പറയാറുണ്ട് കാടുകയറി സംസാരിക്കുക എന്നത്. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിലുള്ളതായ അനുഭവങ്ങളാണ്, പ്രസംഗകരിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണത്. ആ തന്ത്രശാലിയായ ഫറവോ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ, അത്രയും ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിക്കണമെങ്കിൽ, ഞാനവിടെ തന്ത്രമായിട്ട് പെരുമാറണം, ഞാനവിടെ വാക്സാമർത്ഥ്യം കാണിക്കണം, ഞാനവിടെ ആ രാജാവിനെ വശത്താക്കി എടുക്കണം. അതിനെനിക്ക് കഴിവില്ല. അതുപോട്ടെ, ഇസ്രായേൽ ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടണമെങ്കിൽ, അവരെ ഐക്യതയോടെ നിർത്തണമെങ്കിൽ, ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഫറവോന്റെ മുൻപിലേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മൂപ്പന്മാരെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകാനുള്ളതായ ശക്തിയും എനിക്കില്ല. മനുഷ്യന് വായ കൊടുത്തത് ആരാണ്? ഞാനല്ലേ? ഞാൻ നിന്റെ നാവോട് കൂടെയിരിക്കും, നീ പോവുക. എന്തിൻ്റെ സഹായത്തോടെ ഞാൻ പോകും? എനിക്കൊരു രാജ്യമില്ലല്ലോ, എൻ്റെ കയ്യിലൊരു ആയുധവുമില്ലല്ലോ, എൻ്റെ കയ്യിലൊരു വാളില്ല, എനിക്കൊരു സൈന്യവുമില്ല, എനിക്കൊരു കുതിര പോലുമില്ല. എങ്ങനെ എനിക്ക് മഹാരാജാവിൻ്റെ മുൻപിലേക്ക് പോകുവാൻ കഴിയും? എനിക്ക് യാതൊരു കഴിവുമില്ലല്ലോ, ആരും ആശ്രയമില്ലാതെ ഞാൻ ഇരിക്കുന്നുവല്ലോ, ഞാൻ ഒന്നുമില്ലാത്തവനാണല്ലോ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അപ്പോൾ പറഞ്ഞു, ആടുകളെ മേയ്ക്കുന്നതായ ഒരു വടി. നിന്റെ കയ്യിൽ എന്താണുള്ളത്? നിങ്ങളോടാണ് ചോദിച്ചത്. എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ വടിയുണ്ടോ? ബൈബിളുണ്ടോ? ബൈബിളുണ്ടോ? അത് നിങ്ങളെ ജീവിപ്പിക്കും. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുവാൻ പാടില്ല. നിന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് വാളാണ്. വചനമാകുന്ന വാളാണ് നിന്റെ കയ്യിലിരിക്കുന്നത്. ആ വാൾ ഉപയോഗിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. നിന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് കണ്ണാടിയാണ്. നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അത് സഹായിക്കും. നിന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് പാലാണ്. അത് നിനക്ക് ബലം നൽകുവാനിടയാകും. തേനാണ്. അത് നിനക്ക് എന്താ, തേൻ കുടിക്കില്ലേ? ആ പ്രപഞ്ചത്തിലുള്ള തേനുകൾ മുഴുവൻ ഇല്ലാതാവുകയാണെങ്കിൽ ഇവിടുത്തെ കൃഷികൾ മുഴുവൻ നശിച്ചു പോകുമെന്നാണ് പുതുതായിട്ട് കണ്ടുപിടിച്ചതായ കാര്യമാണിത്. ഒരു പുഷ്പത്തിൽ തേനിരിക്കുമ്പോൾ അത് കുടിക്കുന്നതിന് വേണ്ടി പ്രാണികൾ വന്നിട്ട് അതിൽ നിന്ന് മറ്റു പുഷ്പത്തിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം പറന്നു നടന്ന് അതിൻ്റെ വംശത്തെ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടി പുതിയ പുതിയ ചെടികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദൈവം എത്രത്തോളം ജ്ഞാനത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആയിരക്കണക്കിന് പുഷ്പങ്ങളിലുള്ളതായ തേനുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു അടയിൽ തേൻ ഇരിക്കുന്നത്. എന്താണ്? ഇതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. തേൻകട്ടിക്കും ദൈവത്തിൻ്റെ വചനവും തമ്മിലുള്ളതായ സാദൃശ്യം എത്ര വലിയ ബന്ധമുണ്ടെന്ന്, അതിനെത്ര വലിയ വിലയുണ്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നിന്റെ കയ്യിൽ വചനമുണ്ടായാൽ മതി. ഇന്ന് ജയപാലിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, മന്ത്രമില്ല, മായയില്ല, സൗഖ്യങ്ങളില്ല, എൻ്റെ കയ്യിൽ പണവുമില്ല. എവിടെ പോയാലും, ദുബായിൽ പോയാലും, ഇന്ത്യയിലേക്ക് വന്നാലും, ദുബായിലേക്ക് പോകുവാനായിട്ട് ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലിരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കടന്നു വന്നിട്ട് വണക്കം വണക്കം വണക്കമെന്ന് പറയാനിടയായി. വണക്കമെന്ന് ഞാനും പറയാനിടയായി. എന്നോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ചോദിച്ചു, അതെന്താണ് ഇവിടെ ഇരിക്കുവാൻ പാടില്ല എന്ന്. അതൊന്നുമല്ല, അങ്ങയെ കാണുവാൻ വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെയാണ് വന്നിരിക്കുന്നത്. അങ്ങയുടെ വചനം എല്ലാ ദിവസവും ഞങ്ങൾ കേൾക്കുന്നവരാണ്. വളരെ നന്നായിട്ട് വചനം പറയുന്നുണ്ട്. ഞങ്ങൾക്കത് വളരെ അനുഗ്രഹമാണ്. ഞങ്ങളുടെ ഹൃദയത്തിനത് വളരെ ബലമാണ്, വളരെ സന്തോഷം പകരുന്നു. വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എവിടെയാണ് സഹോദരി, നിങ്ങളുടെ വീട് എവിടെയാണ്, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ പറയുകയാണ്, റായ്വെല്ലൂരിൽ നിന്നാണ് വരുന്നതെന്ന്. ഞങ്ങൾ മസ്കറ്റിലാണ്, മസ്കറ്റിലിരുന്നാണ് വചനം കേൾക്കുന്നത്. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. നമ്പിക ചാനലിൽ കൂടിയാണ് വചനം കേൾക്കുന്നത്. തെലുങ്കാണോ തമിഴാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ തമിഴാണ്, തെലുങ്ക് ഞങ്ങൾക്കറിയില്ല, തമിഴ് മാത്രമേ ഞങ്ങൾക്കറിയൂ എന്ന്.
എല്ലാ ദിവസവും അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. മസ്കറ്റിൽ വരിക, അവിടെ മീറ്റിംഗ് സംഘടിപ്പിക്കാമെന്ന് പറയുന്നു. ഈ ജയ്പാൽ, ഈ വ്യക്തി ആരാണ്? എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തു കാരണമാണ്? ഇതാ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി മാത്രമാണത്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് അല്ല, ബൈബിളിൽ കൂടിയാണ്. ബൈബിളിൽ കൂടി എത്രയോ ആളുകളെ നിനക്ക് നേടിയെടുക്കാൻ കഴിയും. എത്ര ആളുകൾക്ക് നീ ഒരു അനുഗ്രഹ വിഷയമായിട്ട് മാറും. ആലോചിക്കുക. നിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിട്ട് നിനക്കൊന്നുമില്ല എന്ന് നീ എന്തുകൊണ്ടാണ് പറയുന്നത്? കയ്യിൽ ബൈബിൾ വെച്ചുകൊണ്ട് ഞാൻ കഴിവില്ലാത്തവനാണെന്ന് എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ വചനമുള്ളവന് എല്ലാമുണ്ട്. നിന്റെ കയ്യിൽ എന്താണുള്ളത്? അപ്പോൾ ബൈബിൾ ഇല്ലായിരുന്നു. അവന്റെ കയ്യിൽ എന്താണുള്ളത്? ഒരു വടി. അത് താഴെയിടൂ എന്ന് പറഞ്ഞു. താഴെയിട്ടു. എന്ത് സംഭവിച്ചു? അത് പാമ്പായിട്ട് മാറി. അതിന്റെ വാലിൽ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? അയ്യോ, ഞാൻ പിടിക്കത്തില്ല, പാമ്പിനെ എനിക്ക് ഭയമാണ്, അയ്യോ ഞാൻ ഇത് പിടിക്കത്തില്ല എന്ന് പറഞ്ഞോ? എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മോശയുടെ കാര്യം തീരുമാനമായേനേയും. ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. ദൈവം താഴെയിടാൻ പറഞ്ഞാൽ താഴെയിടണം, അത് പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കണം. നമ്മളെന്താണ്? താഴെയിടാൻ പറഞ്ഞാൽ താഴെയിടില്ല, പിടിക്കുവാൻ പറഞ്ഞാൽ പിടിക്കില്ല. പിന്നെ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും? ഇത് വിട്ടുകളയാൻ പറഞ്ഞാൽ വിട്ടുകളയില്ല, ഇത് പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കില്ല. ആ മദ്യപാനം ഉപേക്ഷിക്കൂ, ബൈബിൾ വായിക്കൂ എന്ന് പറഞ്ഞാൽ മദ്യപാനം ഉപേക്ഷിക്കില്ല, ബൈബിൾ വായിക്കില്ല. പിന്നെ എങ്ങനെ ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാൻ കഴിയും? എന്താണ് ദൈവം പറയുന്നത് പോലെ ചെയ്യണം. ആ പഴം തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ പറിച്ചു തിന്നു. അങ്ങനെയാണ് ശിക്ഷ വന്നത്. ദൈവവചനം അനുസരിക്കുക. മനസ്സിലായെങ്കിലും മനസ്സിലായില്ല എങ്കിലും ചില സമയത്ത് ദൈവം എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ശരിയാകില്ല എന്ന് നമുക്ക് തോന്നാം. എന്നാൽ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുന്നവനിൽ അത്ഭുതം സംഭവിക്കും. വടിയെടുത്ത് തറയിലിട്ടു, അത് പാമ്പായി. അതിനെ വീണ്ടും എടുക്കാൻ പറഞ്ഞു. വീണ്ടും വടിയായി. പോകാൻ പറഞ്ഞു. കർത്താവേ, ഈ ചെറിയൊരു വിദ്യ കാണിച്ചാൽ മതിയാകുമോ? ഞാനൊരു വിക്കനാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു, ശരി, ആഹ്റോനെ നിന്റെ കൂടെ കൊണ്ടുപോകുന്നു. അവിടെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ അവിശ്വാസം കൊണ്ടാണ് ആഹ്റോനെ കൂടെ കൂട്ടേണ്ടി വന്നത്. എന്നാൽ അതുകൊണ്ട് കുഴപ്പങ്ങളും പിന്നീടുണ്ടായി. അവയെക്കുറിച്ച് നമുക്ക് പിന്നെ നോക്കാം. എന്താണ്? ശരി, ഞാൻ പോകാം, എന്നെ ആരയച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അങ്ങയുടെ പേരെന്താണ്? എന്താണ് നിന്റെ പേര്? എന്ത് പേരാണെന്ന് ഞാൻ പറയണം. അന്ന് യേശുക്രിസ്തു എന്ന നാമം ഇല്ലായിരുന്നു. എന്താണ്? ആരാണെന്ന് പറയണം. യഹോവ എന്ന നാമവും അപ്പോൾ കാണില്ലായിരുന്നു. ദൈവമെന്ന് മാത്രമായിരുന്നു. ഏത് ദൈവമാണെന്ന് പറയണം. ആ കാലത്ത് മിസ്രൈമിൽ 100 കണക്കിന് ദേവതകളുണ്ട്. ഏത് ദൈവമാണെന്ന് ഞാൻ പറയണമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാനാകുന്നവൻ. ഇതാണ് 3:14. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞു. എന്ത് പറയണമെന്നാണ് പറഞ്ഞത്? ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളവൻ അയച്ചിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുന്തിരിവള്ളിയാകുന്നു. ഞാനാണ് ആടുകൾക്ക് നല്ല ഇടയൻ. ഞാനാണ് ജീവന്റെ അപ്പം. അങ്ങനെ ഞാൻ തന്നെ എന്ന വചനത്തിൽ കാണാൻ കഴിയും. ഞാൻ തന്നെ ആദ്യനും ഞാൻ തന്നെ അന്ത്യനുമാകുന്നു. ഇതാ, ഞാൻ മരിച്ചുവെങ്കിലും ഞാൻ ഉയർത്ത് എഴുന്നേറ്റിരിക്കുന്നു. എന്റെ നാമം പിടിച്ചുകൊണ്ട് പോവുക. എന്താണ് പിടിച്ചുകൊണ്ട് പോകേണ്ടത്? എന്റെ നാമവുമായിട്ട് നീ പോകുക. എന്റെ വചനവുമായിട്ട് നീ പോവുക. എന്റെ സാന്നിധ്യത്തോടുകൂടെ പോകൂ. നിന്റെ കയ്യിലുള്ളത് കൊണ്ട് നീ പോവുക. കയ്യിൽ എന്താണുള്ളത്? വടി. ആടുകളെ മേയ്ക്കുന്ന വടി. നിങ്ങൾ പുറപ്പാട് പുസ്തകവും സംഖ്യാപുസ്തകവും വായിച്ചാൽ ആ വടി കൊണ്ട് ദൈവം എത്രത്തോളം അത്ഭുതങ്ങൾ ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയും. നിന്റെ വടി ഉയർത്താൻ പറഞ്ഞു. ഉയർത്തപ്പോൾ ചെങ്കടൽ 2 ഭാഗമായിട്ട് മാറി. വെള്ളം 2 വശത്തേക്കും ഉയർന്നു നിൽക്കാനിടയായി. രാത്രി മുഴുവൻ നിൽക്കുവാനിടയായി. രാത്രി മുഴുവൻ സമുദ്രത്തിൽ 2 വശത്തായിട്ട് വെള്ളം ഉയർന്നു നിന്നു. നടുക്ക് ഉണങ്ങിയ നിലവുമായിരുന്നു. വളരെ വിശാലമായ രീതിയിൽ വീതിയുള്ളതായ ഒരു വഴി അവിടെ രൂപപ്പെട്ടു. ആളുകൾ ഓരോരുത്തരായിട്ട് ക്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ
ഒരു 3 മാസമെങ്കിലും എടുക്കും ഓരോരുത്തരായിട്ട്. എന്നാൽ ഇവിടെ കൂട്ടമായിട്ട് ജനം അവിടെ ആ വഴിയിൽ കൂടെ കടന്നു പോകുവാനിടയായി. വടി ഉപയോഗിച്ചു. വീണ്ടും വടി ഉയർത്തുവാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം വടി ഉയർത്തിയപ്പോൾ 2 ഭാഗമായിട്ട് മാറിയെങ്കിൽ വീണ്ടും അതേ വടി ഉയർത്തിയപ്പോൾ സമുദ്രം ഒന്നായി തീർന്നു. നൈൽ നദിയിൽ ആ വടി മുട്ടിച്ചപ്പോൾ വെള്ളം രക്തമായിട്ട് മാറി. പാറയെ അടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വരാനിടയായി. ആ വടി കൊണ്ട് ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാനിടയായി. നിന്റെ കയ്യിലുള്ളത് എത്ര വലുതാണോ, എത്ര വില കൂടിയതാണോ, എത്ര ശക്തിയുള്ളതാണോ, അതൊന്നുമല്ല നോക്കുന്നത്. നിന്റെ കയ്യിൽ എന്താണുള്ളത്? നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? ഞാൻ ദൈവത്തിൻ്റെ കയ്യാൽ ഉപയോഗിക്കപ്പെടണമെന്ന് പറയുന്നതായ വ്യക്തിയുടെ കയ്യിൽ തീർച്ചയായിട്ടും ബൈബിൾ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അവന് വിശ്വാസം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അവൻ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കണം. അതിനുശേഷം ചോദിക്കണം, ഞാൻ എങ്ങനെ ഉപയോഗിക്കപ്പെടണം, എങ്ങനെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ചിലരെ രോഗശാന്തിയുള്ളവരായി, ചിലർക്ക് സഹായിക്കാനുള്ള വരം കൊടുത്ത്, ചിലർക്ക് അന്യഭാഷ സംസാരിക്കുവാൻ, മറ്റു ചിലർക്ക് അന്യഭാഷയെ വ്യാഖ്യാനിക്കുവാൻ, അങ്ങനെ പലതരത്തിലുള്ള വരങ്ങൾ കൊടുത്ത് എല്ലാവരും കൂടി എൻ്റെ രാജ്യത്തെ പണിയുക എന്ന് പറഞ്ഞു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനമുള്ളവരാകുമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാം. നമുക്കിപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചോദിക്കുക, എന്നെക്കൊണ്ട് കർത്താവേ നിനക്ക് പ്രയോജനമുണ്ടാകുമോ? എന്നെയും നീ ഉപയോഗിക്കുമോ? കർത്താവേ നിനക്ക് എന്നെയും ആവശ്യമുണ്ടോ എന്ന് വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. എന്നെയും ഉപയോഗിക്കണമേ കർത്താവേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നാൽ എൻ്റെ ബലഹീനതയെ ബലമായിട്ട് മാറ്റുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എനിക്ക് സമ്പത്തോ പണമോ ഒന്നുമില്ല, എന്നാൽ ജീവനുള്ളതായ നിന്റെ വചനം എൻ്റെ കയ്യിലുണ്ട്. നിന്റെ മഹത്വവും നിന്റെ ശക്തിയും ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ എന്നെ ഉപയോഗിക്കണമേ കർത്താവേ. വായ് തുറന്ന് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനെ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ ദർശിക്കണമേ. എങ്ങനെ ഉപയോഗിക്കപ്പെടണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല എന്ന് നിരാശയോടുകൂടി ചിന്തിക്കുന്ന വ്യക്തികളോട് നീ വ്യക്തമായിട്ട് സംസാരിച്ചതിനായിട്ട് നന്ദി കരയറ്റുന്നു. നിന്റെ ബലമല്ല, നിന്റെ കഴിവല്ല, നിന്റെ സമർപ്പണമാണ് വേണ്ടതെന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി കരയറ്റുന്നു. ഇതാ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ ഹിതപ്രകാരം ഉപയോഗിക്കണമേ അപ്പാ. നിന്റെ പദ്ധതി അനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കണമേ അപ്പാ. പിശാച് ആരെ വിഴുങ്ങണ്ടു എന്ന് നോക്കി ഗർജിക്കുന്ന സിംഹം പോലെ നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, ഇനിയും അവനെന്നെ ഉപയോഗിക്കുവാൻ പാടില്ല. അവനെന്നെ ഉപയോഗിച്ച് എന്നെ രോഗിയാക്കി മാറ്റിയിരിക്കുന്നു. ഞങ്ങളെ ശൂന്യരാക്കി മാറ്റി, ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റി, രോഗികളാക്കി മാറ്റി, വിട്ടുകളയുവാനിടയായി. ഞങ്ങളെ നശിപ്പിക്കുന്ന പിശാചിന്റെ കയ്യിലേക്ക് വീണ്ടും സമർപ്പിക്കാതെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവിങ്കിലേക്ക്, ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവിങ്കിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നിനക്ക് മഹത്വമുള്ളവരാക്കി ഞങ്ങളെ മാറ്റുന്ന നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ സഹായിക്കണമേ. ഞങ്ങളോട് മനസ്സലിവ് കാട്ടണമേ. നിന്റെ സാന്നിധ്യമുണ്ടായിരിക്കണമേ. പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നിന്റെ കൃപ കാണിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ